വണ്ടി കണ്ടിട്ടുണ്ടാവും, ആളെയും കണ്ടിട്ടുണ്ടാവും. ആളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നില്ല, കുറെ പേർക്ക് അറിയുണ്ടാവാം. എങ്കിലും ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് സാബിർ എന്ന വ്യക്തിനെയും ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടുത്താനാണ്. ഗുരുവായൂർ ആക്സിന്റെ അല്ലെ, ആക്സ് പ്രവർത്തകനാണ്, സജീവ പ്രവർത്തകനാണ്, ഒപ്പം ആംബുലൻസിന്റെ ഡ്രൈവറും കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്? ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ ഇങ്ങനത്തെ ഒരു ജോലിയായിരിക്കും ചെയ്യുക എന്നൊക്കെ ഉള്ളത്? ഇല്ലല്ല, ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടുള്ള വന്നിട്ടുള്ളതല്ല. അനുഭവത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. അനുഭവത്തിലൂടെ ഒരു അപകടം നമ്മൾ കണ്ണുമുന്നിൽ കണ്ടു. അത് അപകടം കണ്ടായാലും അത് അപ്പൊ സമയത്ത് ആര് കൊണ്ടുപോയി കാണില്ല. വിത്ത് ഞാനടക്കം. ഞാൻ എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. എന്റെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെ കാണാൻ വേണ്ടി പോയതായിരുന്നു, പോകുന്നത്തുള്ള ഹോസ്പിറ്റലിൽ. പക്ഷെ ഞാനും എന്റെ സുഹൃത്തും കൂടിയിട്ട് പിടിച്ചാൽ അടുത്തേക്ക് വരാൻ ശ്രമിക്കും, തയ്യാറാവുന്നുണ്ട്. നമുക്ക് അതിന് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ അപ്പുറത്തിനും അവിടുന്ന് ഇവിടുന്ന് പറയണ്ട് അത് പുലിവാലാവൂട്ട, പിന്നെ അതിന് പിന്നാലെ നടക്കേണ്ടി വരും. അത് ഹോസ്പിറ്റലിൽ ആൾക്കാർ കൊണ്ടുപോകല്ലേ, അങ്ങനെ വരും. അതൊക്കെ വെള്ളം നോക്കുമ്പോഴത്തേനും ഹോസ്പിറ്റലുകാരല്ല, തോന്നുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. എല്ലാരും കൂടിയിട്ട് അവൻ്റെ കൊണ്ടുപോയി. പിന്നെ അതിനെ കുറിച്ചിട്ട് പിന്നെ മറന്നു. പിന്നെ വന്നു പിറ്റേ ദിവസം പേപ്പറിൽ ആൾ മരണപ്പെടുകയായിരുന്നു. അത് കടിക്കാൻ സ്പോട്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. പോകുന്നത് പിന്നെ സ്ഥലത്ത് വെച്ചിട്ട് ബസ്സിൽ നിന്ന് നമ്മളറിയാലോ, ബസ്സിന്റെ വീണിൽ കണ്ടില്ലല്ലോ, അതൊക്കെ കാണുന്നുണ്ട് ബസ്സിന്റെ വീണിലൊക്കെ. അപ്പൊ ആ കാണുന്ന വാർത്ത വന്നപ്പോ അത് മരിച്ചു എന്നുള്ളത് കേൾക്കുമ്പോ അതും രക്തം മാറുന്നതാണ്. അതായത് സ്പോട്ടിൽ കൊണ്ടിട്ടില്ല. ഒന്നുകൂടി നേരത്തെ എത്തിച്ചേരുന്നെങ്കിൽ അത് ആ വാർത്ത വരില്ലായിരുന്നു. അതിലൂടെയാണ് പിന്നെ ആ ഒരു ഇത് ഇങ്ങനെ മനുഷ്യന്മാര് ഇങ്ങനെ പലപ്പോഴാണ് ഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്. രക്തമാർന്നു മരിച്ചു എന്നുള്ളത്. അപ്പോ അതിനുശേഷം പിന്നെ ഇവിടെ നമ്മള് സമയത്ത് ഈ ആംബുലൻസ് ആക്സിഡന്റ് വണ്ടി അന്നിലെത്തിപ്പെട്ടില്ല. ആക്സിഡന്റ് വണ്ടി എത്തിയിട്ടില്ല, ആക്സിഡന്റിന്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോ ഇങ്ങനെ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്, അതുപോലെ കുറെ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അത് നിത്യം ഇടയ്ക്ക് കുറെ 2-3 മണിക്കൂർ വീണ്ടും പോകുന്നുണ്ട്, വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ആംബുലൻസ് വരുമ്പോൾ ഒറ്റ ഷിഫ്റ്റ് അങ്ങോട്ട് പോകുന്നു, കുറെ തിരിച്ചു വരുന്നു. ഇതിങ്ങനെ റോട്ടിൽ വന്നിട്ട് അപകടത്തിൽ പെട്ടിരുന്നു അല്ല. അപ്പൊ എന്റെ കൂട്ടുകാരിലുണ്ടായിരുന്നു സഹായിട്ട് ഇങ്ങനെ ഫ്രീ ആകുമ്പോ വേറെ എന്തൊക്കെ പഠിക്കാൻ പോകണ അതിനങ്ങോട്ട് വരും. അപ്പൊ അവനങ്ങനെ എന്നും പോകും കാണും. അപ്പൊ അവൻ അന്ന് ഒരു ദിവസം വിളിച്ചു, ഫോണിൽ വിളിച്ചു, എന്തെപ്പോഴും അങ്ങനെ അതിന് വണ്ടിയിൽ പോകണ അങ്ങനെ പറഞ്ഞു. അതിങ്ങനെ സംഭവം ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമാണ്, അപകടം പറ്റുന്നതിൽ നമ്മളത് കൊണ്ടുപോകും അങ്ങനെ. അപ്പൊ അതിലെങ്ങനെ ജോയിൻ ചെയ്യാൻ എന്താണ് പരിപാടി ഇങ്ങനെ ചോദിച്ചു. ഫ്രീ അമൗണ്ട് വായോന്ന് പറഞ്ഞ ദിവസം പറഞ്ഞുതരാറുണ്ട്. അത് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ അവരെ അന്നത്തെ ആൾക്കാരെ പറഞ്ഞു തരുന്ന ഒരു ഇതും കാരണം മെമ്പർഷിപ്പ് എടുക്കണം. ലൈഫ് മെമ്പർഷിപ്പ് ഉണ്ട്, ഓർഡിനറി മെമ്പർഷിപ്പ് ഉണ്ട്. ഓർഡിനറി അന്നൊക്കെ തോന്നുന്നത് 100 രൂപയും ഉണ്ട്. പിന്നെ അന്നുള്ള ലൈഫ് മെമ്പർഷിപ്പ് 1000 രൂപ. അപ്പൊ അന്നത്തെ ഇതിലേക്ക് നമുക്ക് 1000 രൂപ നമുക്ക്, പിന്നെ അതിന് മേലൊക്കെയുള്ള ഒരു മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ 1000 രൂപയുടെ ചേർന്നുള്ളൂ. മറ്റേ സ്പോർട്ടിൽ തന്നെ ചെയ്തു. 1000 രൂപയൊക്കെ നല്ല വിലയുള്ള സമയമാണ്. പക്ഷെ അതല്ല, നമുക്കത് സംഭവിച്ചിട്ട് പറഞ്ഞ ആശയം തരുന്നത് ഈ 1000 രൂപയുള്ള ഇങ്ങനത്തെ ഒരു സംഭവങ്ങളിലാണ് ഈ ജീവരക്ഷാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഡീസല് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത്. 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 പേരുടെ ജീവരക്ഷ വാല്യൂ ആണെന്ന് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പറഞ്ഞ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ നമുക്ക് കേസും കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനത്തെ ഒരു ജില്ലാ കളക്ടറൊക്കെ ഒപ്പിട്ടുള്ള ഒരു കാർഡാണ് അത്. അപ്പൊ അതിനുശേഷം മെല്ലെ മെല്ലെ വരാൻ തുടങ്ങി. പിന്നെ ഇവരെ കൂടെ തന്നെ ഇതുപോലെ തന്നെ ഓരോ കേസുകൾ പോകാൻ തുടങ്ങും. അതൊക്കെ ഓരോ നല്ല ഹെവി ഇതായിരിക്കും. അപ്പൊ കാലൊക്കെ വരട്ടുള്ള, അപ്പൊ നമ്മളെ ചിലപ്പോ കാലം നമുക്ക് കയ്യിൽ തരിക, അത് പിടിച്ചിങ്ങനെ ഇരിക്കണം. മനസ്സിലൊരു ആശങ്ക ഉണ്ടെങ്കിലും
പിന്നീട് വ്യത്യസ്തമായിട്ടല്ലേ നമ്മൾ വരുന്നത്. മറ്റേത് കൊണ്ടുപോകാന്നുള്ള ഒരു ആശയമായിരുന്നു, ഇത് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വ്യത്യാസമാണ്. പിന്നെ പല പല ഇതായിരിക്കും. 11 വർഷമായി അല്ലേ ഈ ആംബുലൻസുമായിട്ടുള്ള ഒരു ജീവിതം? 11 മേലെ ഉണ്ടാവും, 11 മീതായി ഉണ്ടാവും. അതും ആക്സ് എന്ന് പറയുന്ന ജീവകാരന്റെ വിദേശത്ത് പോയിട്ട് പോകുന്നതിന് ശേഷം തുടർച്ചയായിട്ട് 7ാമത്തെ വർഷത്തോളം ഉണ്ടാവും ഇപ്പൊ. അതെ, അതിനു മുമ്പ് 3 വർഷം, ഒരു 3-4 വർഷം ഉണ്ടാവും. നമ്മളിങ്ങനെ ഇപ്പൊ ഈ ഇത്രയും കൊല്ലത്ത് എക്സ്പീരിയൻസിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ, പല ആളുകളുടെയും ജീവൻ നമ്മുടെ കൈകൊണ്ട് രക്ഷിച്ച അനുഭവം ഉണ്ടായിരിക്കാം. ഉണ്ട്, പക്ഷെ എല്ലാതും നമ്മള് മൈൻഡിൽ നിൽക്കില്ല. ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് ഒരു കുട്ടിയുടെ വിരലില് ഡോറിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരാദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള തൃശ്ശൂരിൽ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരവിടുന്ന് അന്ന് ഒരു നേരിട്ട് ഹോസ്പിറ്റലല്ല പോയത്, വീട്ടിലേക്ക് വരികയായിരുന്നു. അവര് വീട്ടിലേക്ക് തന്നെ, ആ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ അവിടുന്ന് ഒരാൾ വിളിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ട്, ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ അന്ന് എന്റെ കൂടെ ഒരു പയ്യനുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അത് കുറെ സമയം വഴിക്കുണ്ടാവുമല്ലോ, നമുക്ക് ഇത്ര സമയം കൊണ്ട് എത്തിച്ചാലല്ലേ എന്നുള്ള ഒരു, ഇവിടുന്ന് തന്നെ ഇറങ്ങുമ്പോ തന്നെ അവരൊരു ലക്ഷ്യം വെച്ചു. അപ്പൊ അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു എത്തിക്കാന്ന് കൊണ്ടുവന്നു പറഞ്ഞു. അപ്പൊ അതന്ന് നല്ലൊരു പെട്ടെന്ന് എത്തിക്കലും അന്നൊരു വായിച്ചിന്റെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അത് അതെ, ഒരു 20 മിനിറ്റിലോ അല്ലേ, 20 മിനിറ്റിന് താഴെ വന്നിട്ടുള്ളൂ പഠിക്കുമ്പോഴാണെങ്കിൽ. അതായത് ഗുരുവായൂരിന്ന് തൃശ്ശൂർ വരെ. നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളുടെ സ്ഥലത്ത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമുക്കൊരു മനസാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കാര്യം. എങ്ങനെയാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ? അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചോരയിൽ കുളിച്ചിട്ട് അനുഭവങ്ങളുണ്ട്. അതായത് ഇപ്പോ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ ഇവിടെ പാരീസ് റോഡില് ഒരു ടിപ്പറിന്റെ പുറകിലോ ടിപ്പർ തട്ടിയിട്ടോ ഒരു ജോസേട്ടൻ വന്നിട്ട് പാലിയൂരുള്ള വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ ഇവിടെ നിന്ന് എത്തുമ്പോ ആ വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അത് മാറ്റി കിടത്താൻ കംപ്ലീറ്റ് ചോരയിൽ കുളിച്ച് കിടക്കണല്ലോ. ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ആൾക്കാർ അത് തൊടാന് ചെറിയൊരു മടിയുണ്ട്. ചില കൈകളുണ്ടെങ്കിലും അന്നത്തെ ദിവസത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ വന്നിട്ട് നമ്മൾ തന്നെ മാറ്റി കെടുത്തിട്ട് അന്ന് മുഖം തിരിച്ചറിയില്ല. അപ്പൊ അത് എങ്ങോട്ട് കൊണ്ടുപോകണം ശരിക്കും പറയുമെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ. പിന്നെ അവിടെ നിന്നാണ് പിന്നീട് തീരുമാനിക്കുക. പക്ഷെ നമ്മളതൊന്നും നോക്കില്ല. അവിടെ പോയതിനാൽ ആ സമയം കളയണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും അന്ന് അമലയിലേക്ക് ഒരു നല്ലൊരു ഇതല്ലോ. അപ്പോ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ടും കാലമായിട്ട് കൊണ്ടുപോയി. ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഫോണിൽ കൂടെ തന്നെ ഫോട്ടോ എടുക്കലും ആളറിയണം തിരിച്ചറിയണം കൊണ്ട് അന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരൊക്കെ വന്നുള്ള അതൊരു അനുഭവമാണ്. ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയിട്ട് തിരികെ വരുമ്പോൾ ചൊവ്വലൂർപ്പടി എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥലത്ത് വെച്ച് മെയിൻ റോഡിലൂടെ ഞാൻ കുനുവച്ചി സൈഡിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്നു. 30 കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം ഞാൻ അങ്ങനെ പോകാറുള്ളൂ ഏത് വണ്ടിയായാലും. അപ്പോൾ ആക്റ്റീവ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കുമായി ഞാൻ വരികയായിരുന്നു. ചൊവ്വലൂർപ്പടി പാരീസ് റോഡിൻ്റെ അവിടെ വെച്ച് പോക്കറ്റ് റോഡിൽ നിന്നും ഒരു ടിപ്പർ, മിനി ടിപ്പർ ബാക്ക് അടിച്ചുകൊണ്ട് മെയിൻ റോഡിലേക്ക് കയറി വരിക. അവർക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ വരുന്നത് നോക്കാൻ ഒരു നോക്ക് മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അവർ ബാക്ക് അടിച്ചെടുത്തതും എൻ്റെ വണ്ടിയും ഞാനും കൂടി റോഡിൽ തകർന്നരിപ്പണായിട്ട് കിടക്കുക. വണ്ടിക്കല്ല പറ്റിയത്, എൻ്റെ ഫേസാണ് ആദ്യം പോയത്. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. 1.5 ആഴ്ചയോളം വീട്ടുകാർക്കോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികൾക്കോ യെസ് ഓർ നോ എന്ന് പറയാനായിട്ട് ഡോക്ടേഴ്സിന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് പിന്നീട് ദൈവാനുഗ്രഹം കൊണ്ടും ഒക്കെ ജീവൻ തിരിച്ചു കിട്ടാൻ പിന്നെയും 1.5 മാസം ഹോസ്പിറ്റലിൽ കിടന്നുവെങ്കിലും അവർക്ക് പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നൽകാൻ സാധിച്ചത്. അപ്പോൾ ഈ വലിയൊരു ആക്സിഡൻറ്റിൽ എന്നെ കൃത്യസമയത്ത് അവിടെ എത്തിച്ചത് കൊണ്ടാണ് ഇത്രയും കാലത്തിനുള്ളിൽ തന്നെ എൻ്റെ ജീവൻ്റെ രക്ഷ കൃത്യമായ രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചത്. കറക്റ്റായിട്ട് നമ്മൾ ആക്സിഡൻ്റ് സമയത്തൊക്കെ അല്ലേ രക്തമൊലിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ ആരും ശ്രദ്ധിക്കുക. കാരണം ആർക്കും ഇൻഡിവിജ്വലായിട്ട് വരാനായിട്ട് അല്പം പേടി തോന്നും. ഞാനായാലും അങ്ങനെ തന്നെ. ഒരു ആക്സിഡൻ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഓടിച്ചെല്ലാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ കൃത്യമായ സമയത്ത് ആക്സിഡൻ്റ് ആ ഒരു സേവനം, അവരുടെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്നത് മുഴുവൻ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ഇങ്ങനെയായിരുന്നില്ല. എനിക്ക് ശ്വാസം നിലയ്ക്കാൻ പോകുന്നിടത്തോളം കാര്യങ്ങൾ എത്തിയിരുന്ന സമയത്താണ് ആക്സിൻ്റെ പ്രവർത്തനം. അത് ഇന്ന് ഞാൻ വളരെ സ്വതന്ത്രമായിട്ട് കോട്ടയത്ത് പാലയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പോകാനൊക്കെ ആയിട്ട് പറ്റുന്നത് എനിക്ക് ആ ദൈവാനുഗ്രഹവും അതിനോടൊപ്പം മനുഷ്യൻ്റെ ആ ഒരു പ്രയത്നവും, അതാണ് ആക്സ് എന്ന് പറയുന്ന സംഘടന എനിക്ക് നൽകിയിട്ടുള്ളത്. ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്, മനുഷ്യരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ആക്സ് എന്ന് പറയുന്ന സംഘടന അന്ന് ആ സമയത്ത് അവർ ചെയ്ത സേവനങ്ങൾ ഇന്നും വിലമതിക്കാനാവാത്ത ഒന്നാണ്. പിന്നീട് ഈ ഇപ്പം ലാസ്റ്റ് കൊണ്ടുള്ളത് ഇപ്പോൾ ഈ ഒരാളിവിടെ വീണിട്ട് ഇതിൻ്റെ കൈമ അപ്പോൾ വീഴുമ്പോൾ കുപ്പിച്ചില് കെട്ടിയുണ്ട്. അപ്പം അത് പരിക്ക് പൊളിൻ്റെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ കയറ്റി നേരെ അപ്പോൾ അവർ ചാവക്കാട് കൊണ്ടുപോയെന്ന് പറഞ്ഞേ. ചിലവർ സാമ്പത്തികം അനുസരിച്ച് ചിലപ്പോൾ അതങ്ങനെ പറയുക. അപ്പോൾ ചാവക്കാട് താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി പറഞ്ഞപ്പോൾ നമ്മളത് ക്യാഷിൻ്റെ കൂടെ എത്തി ഡോർ തുറന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടി പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ബ്ലഡ് കുടിച്ചേക്കുക. നേരെ തിരിച്ചാ എന്നാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, കംപ്ലീറ്റ് ബ്ലഡ് പോയിട്ടേ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ കാഴ്ചപ്പാട് വലിയ അങ്ങോട്ട് വരാൻ ഒരു സഹായിക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ ഒന്ന് രണ്ട് ആൾക്കാരെ കൊണ്ട് ചിലപ്പോൾ സമയത്ത് പറ്റിയെന്ന് വരില്ല. ഫുള്ളായിട്ടും ആൾ പിടിക്കലും ഒരാളെ സഹായം തന്നെ വേണം. എങ്കിലും നമ്മളത് നോക്കിയില്ല. കൂടുതൽ ആൾക്കാരും അവരെ ഷർട്ട് മുണ്ട് പൊക്കോട്ടെ എന്ന ലെവലില് ഇതാണ്. പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ട് അവിടെ 2 മണിക്കൂറോളാണ് 2-2.5 മണിക്കൂറോളാണ് ആ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ തന്നെ അവർ അവിടെ നിന്ന് 108 ആംബുലൻസിൽ റഫർ ചെയ്തു. നമ്മളോട് പെട്ടെന്ന് കൊണ്ടുപോകാൻ പോരാ. അപ്പൊ നമ്മള് വണ്ടി പോവാൻ വില ശരിയായിരിക്കില്ല എന്ന് പറഞ്ഞേ. കംപ്ലീറ്റ് ബ്ലഡ് ഒഴിക്കുക. ശരിക്കും കൊണ്ടുപോയിട്ട് ആക്കാൻ പറ്റും, പക്ഷെ എന്തായാലും കേറാൻ പറ്റില്ല. പിന്നെ ആ ഒരു ഓരോ അനുഭവങ്ങളും ഓരോ ഇതാണല്ലോ. പ്രത്യേകിച്ച് സാഹചര്യങ്ങളിൽ വെള്ളപ്പൊക്കം, അതേപോലെ കോവിഡ് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഡ്രൈവർമാർ വിശദീകരിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വളരെയധികം സങ്കടം തോന്നി. കാരണം വെച്ചാൽ ഊണും ഉറക്കം, അവർക്കും കുടുംബം കുട്ടികളുള്ള ആൾക്കാരാണല്ലോ. അവർ ഭയന്നുകൊണ്ട് തന്നെയാണ് ഈ ഏപ്രനും മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് ശ്വാസം മുട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്കുള്ള ഭക്ഷണങ്ങൾ ഇവർ ഓടിപ്പോയി കഴിഞ്ഞാൽ ഓടി വന്നിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയൊരു ചില്ലറ കാര്യമല്ല. അതും സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതായിരുന്നു. എന്താണ് കോവിഡ് എന്ന് മുഴുവൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാത്ത സാഹചര്യത്തിലാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആത്മഹത്യാപരമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ആരക്കുട്ടൊക്കെ ഇന്നത്തെ കാലത്ത്. അതേപോലെ തന്നെ വെള്ളപ്പൊക്കം വന്ന സാഹചര്യങ്ങളിൽ ഒരു ഗർഭിണീനെ ഞങ്ങൾ ഗുരുവായൂരിൽ എടുത്തു കൊണ്ടുപോകാൻ അന്ന് വണ്ടി തന്നെ ഇതായിപ്പോയി, മുങ്ങിപ്പോയി, ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. അത് സ്ട്രക്ചറിൽ പൊക്കി പിടിച്ച് വെള്ളത്തിൽ കൂടെ നടന്നു വന്ന് വേറെ വണ്ടിയിലേക്ക് മാറ്റിയിട്ടാണ് അന്ന് അവരെ കൊണ്ടുപോകാൻ സാധിച്ചത്. അതോടൊപ്പം ഞങ്ങളുടെ വണ്ടി നഷ്ടപ്പെടുകയും ചെയ്തു, എൻജിൻ തകരാറാവുകയും ചെയ്തു. പിന്നെ അത് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിയാക്കി കിട്ടിയത്. വെള്ളമൊക്കെ പറ്റിയിട്ടാണ് അവിടുന്ന് എടുക്കാൻ സാധിച്ചത് തന്നെ. ശരിക്കും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേ ഇപ്പോൾ 10-15 അതിൽ കൂടുതൽ വർഷങ്ങൾ ഈ ഒരു ജീവിതം അല്ലെ, ഇത് ജീവിതത്തിന്റെ ഭാഗമായി ഈ ആംബുലൻസും ചെയ്തു. ഇതിലിപ്പോ കുറെ ജീവനിൽ രക്ഷിക്കാൻ പറ്റി. പക്ഷെ ആരും സത്യം പറയണെങ്കില് തിരിഞ്ഞു നോക്കാറില്ല. ഇതിനെ കുറിച്ചിട്ട് പിന്നീട് വന്നിട്ട് അന്വേഷിക്കാറില്ല. നമ്മളത് അതും പ്രതീക്ഷിക്കണമില്ല. പറഞ്ഞപ്പോ അവസരം പറഞ്ഞു അത് പ്രതീക്ഷിക്കണമില്ല അല്ലെ, പ്രതീക്ഷിക്കുന്നില്ല. വിളിക്കാറുണ്ട് ചിലവര് എന്ത് സംഭവിച്ചിരുന്നില്ല, എന്റെ കൊട ഉണ്ടോ വണ്ടിയില്, എന്റെ ഹെൽമെറ്റ് ഉണ്ടോ ചോദിച്ചിട്ട് കോമഡി ആയിട്ട് തോന്നാറുണ്ട്. വെച്ചിട്ട് പറയും. അതെ അതെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇതൊരു വലിയൊരു സന്തോഷല്ലേ. അതെ, അത്ര അയാൾ ജീവിച്ചിരിക്കുന്ന കാണുമ്പോ സന്തോഷം. പക്ഷെ നാളെ ഇപ്പൊ നമ്മൾ ഇതിൽ കൂടെ ഫേസ് ടു ഫേസ് പോകുമ്പോ ചോദിക്കാറില്ല. അതെ അതെ. ചില കാര്യങ്ങൾ ചിലപ്പോൾ വിളിച്ചു ചോദിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ആക്സില് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം? നമ്മള് ഇതിലേക്ക് ആളുകൾ ഫോൺ വിളിക്കണു, നമ്മൾ ആ കേസുകൾ അറ്റൻഡ് ചെയ്യണം അല്ലേ? അങ്ങനെയാണ്. അതായത് കോളുകൾ വരുന്നു. കോളുകൾ എന്ന് വെച്ചാൽ ചിലപ്പോ കൂടുതലും നമ്മൾ അപകടത്തിൽ രക്ഷിക്കുക എന്നുള്ളതാണ് ആക്സിന്റെ മുദ്രാവാക്യം. സൗജന്യമായിട്ട് അതും കൂടുതൽ ആക്സിഡന്റ് പുറമേ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നുള്ള എമർജൻസികളൊക്കെ വിളിച്ചാൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാത്രിയിലൊക്കെ ചിലപ്പോ ഇപ്പോഴും പലർക്കും അറിയില്ല കേട്ടോ. പലർക്കും അറിയില്ല വെച്ചാൽ വണ്ടി കിട്ടാണ്ട് എങ്ങനെ വിളിക്കാന്നുള്ള ചിലർക്ക് അറിയില്ല. ചിലർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഇതുപോലെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. ചില രാത്രി സമയങ്ങളിലേക്ക് ഇപ്പോൾ അവിടെ ഡോക്ടർമാർ കാലിൽ കുറവുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം തൃശ്ശൂർ മെഡിക്കൽ കോളേജോ അവർ പറഞ്ഞിടത്ത് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ എത്തിക്കും. കാലത്ത് പള്ളിയിൽ നിന്ന് വീട്ടില് പ്രഷർ കുക്കർ പൊട്ടി അപകടം ഉണ്ടായി. എന്താ ഉണ്ടായെന്ന് ഞാൻ കണ്ടില്ല. ആകെ ഒരു പുകച്ചിലായിരുന്നു മുഖത്ത്. വായിലുള്ളാണ് മാരകമായ മുറിവുണ്ടായത്. അപ്പോൾ തന്നെ ആക്സിലിന് വിളിച്ചു.
രാജു ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോയി. ആദ്യത്തെ ഏഴ് ഇതൊക്കെ എടുത്തു. പിന്നെ ആംബുലൻസിൽ LIT ഹോസ്പിറ്റലിലേക്ക് പോയി. പെട്ടെന്ന് അവിടെ എത്തി. ഇപ്പം നമ്മളിപ്പോൾ ഗുരുവായൂർ പോലത്തെ ഇതൊരു നഗരമാണല്ലോ. ഇവിടെയും ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അറിയും പറയാം. ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ, ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വീട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഉണ്ടായില്ല വെച്ചാല് അത് അവര് വേറെ വിളിക്കുക, പക്ഷെ അവർ ഡയറക്റ്റ് ആയിരിക്കില്ല, അവർക്ക് അറിയില്ലല്ലോ. അപ്പോ ആ വിളിക്കുന്നൊക്കെ സ്പോട്ടിലുണ്ടാവില്ല. അത് പോലീസ് സ്റ്റേഷന്റെ അവിടുത്തെ ഒരു ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, പകുതിയിൽ പണികളുണ്ട്. അയാൾ അതിന്റെ മേലെ കിടന്നിട്ട് വയ്യാണ്ടായി. അത് ആളിങ്ങനെ വിളിച്ചു. ഞാനൊരു സ്പോട്ടിലില്ല, ഇങ്ങനെ വിളിച്ചു പോയി നോക്കുക ചോദിച്ചു. പോയി നോക്കിയപ്പോ ആള് നടക്കാനൊന്നും പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് അന്ന് സ്ട്രക്ചറിൽ ഒരു 3-4 സ്റ്റെപ്പ് മുകളിൽ കയറണം, കയറണം. അങ്ങനെ ഉണ്ട്. അങ്ങനെ 1-2 അനുഭവം ഉണ്ടായിട്ടുണ്ട് കൊണ്ടുവരുന്നത്. അതൊക്കെ നമുക്ക് സഹായം ഇല്ലാണ്ട് നടക്കില്ല. ആളുകള് വോളണ്ടറി നമുക്ക് സഹായിക്കാനായിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകള് നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്, സജ്ജാണ്. അത് അവര് പല പരിപാടിയായിട്ടുള്ള ആൾക്കാരാണ്. പല ജോലിയായിട്ടുള്ളതാണ്. ഒരാള് അമ്പലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാള് പോലെ മറ്റേ വണ്ടികളും ആയിട്ടുള്ള ട്രാവലറും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഒരു ടയോട്ടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ വേറൊരു ഡ്രൈവർ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഈ വണ്ടി സാധാരണ നമ്മളെ മറ്റു വണ്ടികൾ ഉപയോഗിക്കുന്നതും ആംബുലൻസ് ഡ്രൈവ് ചെയ്യണതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? നമ്മളിങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോകുന്നു, ജീവനാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ചിലവര് മൈൻഡിൽ എങ്ങനെയാണ് നമ്മൾ കേട്ടുള്ളതാണ്. പക്ഷെ നമ്മളെ വണ്ടി പോകുമ്പോഴല്ല പറഞ്ഞത്, വേറെ വണ്ടികൾ പോകുമ്പോ ആംബുലൻസിൽ പോകുമ്പോ ചിലപ്പോൾ നമ്മളെ പാസിന് സമയത്തൊക്കെ പോകുമല്ലോ. അപ്പോ പരസ്പരം അങ്ങോട്ടൊക്കെ ചിലവർ ആ വണ്ടി പോയതിനാല് പല നമ്മള് നെഗറ്റീവുകൾ കേൾക്കാറുണ്ട്. ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോണത് ഇതാക്കുന്നത് എന്നൊക്കെയുള്ളത്. പക്ഷെ നമ്മളപ്പോ തിരുത്താൻ കാലം പോകാറില്ല, നമ്മളങ്ങനെ കേൾക്കും. ചിലവരപ്പോ ഇങ്ങനെ തിരിച്ചു പറയാ അതൊരു ജീവരക്ഷിക്കാനല്ലേ എന്തിനങ്ങനെ പറയണെന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ ഞാൻ ചെവിടുകൊണ്ട് കേട്ടുള്ളതാണ്. പക്ഷെ അതില് പോകുമ്പോഴും അതില് സ്വന്തം കുടുംബക്കാരാകുമ്പോൾ അതിന്റെ വാല്യൂം കാരണം മനസ്സിലാവും. അവർക്ക് എത്താത്ത പോലെ തോന്നുക, ചില കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കേണ്ടി വരും. പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് എന്തെങ്കിലും ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളായിട്ട് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുമല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്പോട്ടിൽ എടുക്കാൻ പോകണം. നമ്മള് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കയറിയിട്ട് നമ്മള് എടുക്കാൻ പോകണില്ല, ഒരു അങ്ങനെ അടിയന്തരഘട്ടത്തിൽ പോകാറില്ല. പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ആംബുലൻസിൽ ഇത്രയധികം സ്പീഡിൽ പോകേണ്ട കാര്യം ഉണ്ടാവും. കാരണം ആംബുലൻസും പലപ്പോഴും അപകടത്തിൽ പെടുന്നു, ആംബുലൻസ് മറ്റു വാഹനങ്ങളായിട്ട് ഇടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ശരിക്കും ഇത്ര സ്പീഡിൽ പോകേണ്ട കാര്യമുണ്ടോ ആംബുലൻസ്? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? നിർദ്ദേശങ്ങൾ വെച്ച് കഴിഞ്ഞാല് അത് ഓരോ നമുക്ക് കിട്ടുന്ന കേസിന്റെ ഇതുപോലെ തരം നമ്പറിലേക്ക്. ഇപ്പൊ ഒറ്റ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഈ മാണിക്കത്തപ്പടി റോട്ടില് പോകുന്നുണ്ട്, ബാബുലുണ്ടിൽ ബാക്കിൽ പോകുമ്പോ സ്കൂട്ടർ വേറെ വണ്ടി അടിച്ചിട്ടൊന്നുമില്ല, എന്തോ നിയന്ത്രണം വിട്ടിട്ട് അവിടെ തല പോയി ഇടിച്ചു. പിന്നെ നമ്മൾ എടുക്കുമ്പോ തന്നെ ബോധം കാരണമൊന്നുമില്ല, നല്ല ബ്ലീഡിങ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർ പറഞ്ഞു പെട്ടെന്ന് മടക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് മടക്കുന്നത് നമ്മൾ അവിടെ തന്നെ വേറെ വണ്ടി അറേഞ്ച് ചെയ്തു. മടക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഇവിടെ കുറച്ചുകൂടി വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും പറഞ്ഞു. അങ്ങനെ വണ്ടി കൊണ്ട് അതിൽ കയറ്റില് കൊണ്ടുപോയി. അപ്പൊ ഞാൻ നമുക്കറിയാലോ ഏകദേശം ടൈമിങ് അറിയാം ഹോസ്പിറ്റലിൽ പോകുമ്പോ. ആ ടൈം സെറ്റ് ഇതാക്കിട്ട് ഞാൻ ആൾക്ക് വിളിച്ചു, എന്താ അവസ്ഥ ചോദിച്ചു. അപ്പൊ ആള് വെന്റിലേറ്ററിൽ കയറ്റിന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ മരിച്ചെന്ന് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പീഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് എന്ന് വെച്ചാല് ചില ആംബുലൻസുകൾ പേരുദോഷം ഉണ്ടാക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് വെറുതെ സൈറനിട്ട് പോകും, അനാവശ്യമായിട്ട് വെറുതെ ലേറ്റ് ഇട്ട് പോകും. എനിക്ക് എമർജൻസി അല്ലെങ്കിൽ പോലും സ്പീഡിൽ പോവാന്നുള്ള അതിന്റെ ആവശ്യമില്ല. നമ്മൾ സ്പോട്ടിലേക്ക് വിളിക്കുമ്പോ ചിലര് ആക്സിഡന്റ് കാണുമ്പോ വണ്ടി വീഴുമ്പോ ഭയങ്കര വീഴ്ചയായിട്ട് വീഴുക. അപ്പൊ വിളിക്കുമ്പോ ഭയങ്കര മരണപ്രാളത്തിൽ നമ്മൾ വിളിക്കുക അവർക്ക്. ഇവിടെ പെട്ടെന്ന് വന്നിട്ട് ഈ പെട്ടെന്ന് പറയുമ്പോ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് മുന്നില് ഒരു ഫോണിൽ ഒരു 3-4 കോളുകൾ വന്നിട്ടാവും. അപ്പൊ സാധാരണ ഫോൺ എടുക്കണ നമ്മളെ കൂടുതൽ ആളോ ഞാനാണെങ്കിലോ നമ്മളെന്ത് വിചാരിക്കുക നല്ല കാര്യമായിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടുന്ന് പക്ഷെ അവിടെ എത്തുമ്പോ കാണാൻ ചിലപ്പോ ചെറിയ പരിക്കുണ്ടാവും. തിരിച്ചു വരുമ്പോ ഞാൻ അവരോട് പറയുമ്പോൾ സൈറനും സൗണ്ട് ഒന്നും വേണ്ടട്ടോ. പാർട്ടിക്കാരോടല്ല, നമ്മളൊരു ഓപ്പറേറ്റ് ചെയ്യണ ഒന്നും വേണ്ട.
അത്ര ആ ഒരു അവസ്ഥ രോഗിയുടെ ഒരു സീരിയസ്നെസ്സിനനുസരിച്ചാണ് വേണ്ടല്ലോ നമ്മള് ഈ തിരക്കും അല്ലെങ്കിൽ നമ്മുടെ സ്പീഡും കൂട്ടേണ്ട കാര്യമുള്ളൂ. അതാ പറഞ്ഞത്. അപ്പൊ അതില് ചിലവര് പേരുദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് അതിനോട് യോജിക്കാനും പറ്റില്ല. കാരണം ഇതിനകത്തും ഉള്ളത് പുറത്തും അകത്തും ഒക്കെ ജീവൻ തന്നെയാണ് അല്ലെ. രണ്ടും സംരക്ഷിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഒരാള് ചീത്തപ്പേരുണ്ടാക്കിയാൽ മൊത്തം പോയി. അതെ അതെ, അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പൊ അത്. ഇതിപ്പോ നമുക്ക് ഈ സൗജന്യമായിട്ടാണ് നമ്മളിപ്പോ ഈ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിന് വല്ല ഫണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? സാമ്പത്തികമായിട്ടെന്ന് വെച്ചാല് ഇത് പലരുടെ തെറ്റിയാന്ന് വെച്ചാല് ഇതൊരു ഒറ്റ യൂണിഫോമിൽ പോണ സംഭവമാണല്ലോ. 18 ബ്രാഞ്ചുകൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം 18 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ കാണുമ്പോ ഒറ്റ പേരാണ് ആക്സിഡന്റ് കെയർ ട്രാൻസ്പോർട്ട് സർവീസ് എന്നൊക്കെ കാണുമ്പോ അതൊരു ഗവൺമെന്റിനോട് സപ്പോർട്ട് ആയിട്ടുള്ള സംഭവമാണ് പലരുടെയും ധാരണ. അതുകൊണ്ട് ചില സംഭവം അവരങ്ങനെ വിചാരിക്കുന്നത് അതങ്ങനെ നടന്നു പൊക്കോളും. സത്യം പറഞ്ഞാല് അങ്ങനെ ഒരു സംഭവം നമുക്കില്ല. ജനങ്ങളുടെ സുമനസ്സുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പോകുന്നത്. ഒരു മാസം നല്ലൊരു ചെലവ് തന്നെയാണ്. ഡീസലിന് ചെലവ്, സാലറി, ശമ്പളം, ഈ കാറിലൊക്കെ വരുമ്പോൾ നല്ലൊരു തന്നെയാണ്. ഡീസൽ തന്നെ അത്യാവശ്യം ചെലവ് വരുന്നുണ്ട് മാസം. സൗജന്യമായിട്ട് ഓർഡർ തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ ഫണ്ട് വരച്ചതിൽ ചെറിയ നമ്മള് ചാരിറ്റി ബോക്സുകൾ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഈ പഴയ പത്രങ്ങൾ സ്വരൂപിച്ചിട്ട് കൊടുത്തിട്ട് അത് വിറ്റിട്ട് സംഭാവനയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ബർത്ത്ഡേ കല്യാണമൊക്കെ ആകുമ്പോ അവരൊരു ചാരിറ്റി ചെയ്യാന്നുള്ളതല്ലേ, തീർച്ചയായും ചാരിറ്റി പ്രവർത്തനം തന്നെയാണ് അത്. തീർച്ചയായിട്ടും. അത് ചിലർക്ക് അത് അറിയില്ല. അനാവശ്യം അത്ര കാശുകൾ ചെലവാകുന്നുണ്ട്. ഭക്ഷണം, അതുപോലെ കല്യാണങ്ങൾ തന്നെ അറിയണല്ലോ, പലതരത്തിലെ കല്യാണങ്ങള്. അപ്പൊ അത് നമ്മളെ ഈ പ്രാദേശിക സ്ഥലങ്ങളില് എന്റെ അഭിപ്രായം പറയണെങ്കിൽ പ്രാദേശിക സ്ഥലങ്ങളിൽ കണ്ടറിഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസങ്ങളിലേ നല്ല സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ സംഭവിച്ചാൽ എന്തെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടിട്ട് ചെയ്യുക. ഒരു മനുഷ്യജീവന് ഈ സംഘടന നിലന്ന് പോയിട്ടാണ് അത്. അതെ, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എന്തെങ്കിലും ഒരു സംഭവം ചെയ്യും, ആരെയും സഹായിക്കുന്ന രീതിയിൽ അല്ലേ. വളരെ ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് ഇത് പോകുന്നത്. ഒരു മാസം നല്ലൊരു ചെലവ് തന്നെയാണ്. ഏകദേശം ഒരു 50,000 രൂപയുടെ ഉള്ളിൽ ചെലവ് വരുന്നുണ്ട്. ഡീസല്, ശമ്പളം, മെയിൻ്റെനൻസ് എല്ലാം കാട് കൂടിയിട്ട്. ഇപ്പോ ടയറിന്റെ തേയ്മാനം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ സുഹൃത്തുക്കൾ സമീപിച്ചിട്ടുണ്ട്. രണ്ടാൾക്കാര് പലരും ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടാണ്. ഇപ്പൊ ഈവൻ ആംബുലൻസ് ആണെങ്കിൽ പോലും മൂന്നാമത്തെ വണ്ടിയാണ്. അതെ, ചെറിയ ചേട്ടൻ തരുന്നത് തൈക്കാടുള്ള ചെറിയ ചേട്ടന്റെ സംഭാവനയാണ്. 2022 മോഡല് ഏറ്റവും അവസാനം തന്നത് 2022 ആ വാഹനമാണ് ഇപ്പൊ നമ്മളോട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു വലിയൊരു ചാരിറ്റി എന്ന് പറയുമ്പോ പോലെ എനിക്ക് തോന്നുന്നത് സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനങ്ങളാണ് അല്ലെ. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ആരെയും എന്താ പറയാ, ഏത് കുഞ്ഞും വലുതും ചെറുതുമായിട്ടുള്ള ഏത് അപകടത്തിലും പെട്ട നമുക്ക് ഇതിന്റെ ഇതിൽ സിമ്പലില് കാണിക്കണ ലോഗോയില് കാണിക്കണ പോലെ തന്നെ രണ്ട് ചിറകുകളുടെയും കൈകളുടെയും ഇടയിൽ സുരക്ഷിതമാണ്. വേറൊരു സംഭവം എന്ന് വെച്ചാല് എല്ലാവരും പെരുന്നാള്, ഓണം, ക്രിസ്മസ് ആകുമ്പോ ലീവ് ആയിരിക്കുന്നത്. അതെ, നമുക്കത് തിരിച്ചാണ്. അന്ന് എല്ലാവരും ഇത് പോയതിനല്ലേ വണ്ടി കയറ്റുന്ന ഒരു ആവശ്യം. അന്ന് ഈ ഇത് കൂടുതലായിരിക്കും, ആഘോഷങ്ങൾ കാരണം കൂടുതലാകുമ്പോ ഒരു കണക്കൂട്ടലുണ്ടാവും. അതങ്ങനെ ഉണ്ടാവാറുണ്ട്. ഏത് സമയത്ത് 24 മണിക്കൂറും സേവനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അവരെ അടിയന്തര ഘട്ടങ്ങളിൽ ഒരു അപകടമുണ്ട് എന്ന് പറഞ്ഞാൽ വാഹനം അവരുടെ വീടുകളിൽ എത്തി അവരെ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് അവിടെ ഒരു റോഡിലൊക്കെ ഒരു അപകടം നടന്ന ഒരു ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ റോഡിൽ നിന്ന് പലരും കയറാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ കയറാൻ പോലീസ് നടപടികൾ ഉണ്ടാവുമെന്ന് പേടിച്ച് പലരും കയറില്ല. എന്നിരുന്നാലും അവരെ വീടുകളിൽ അവരുടെ ബന്ധുക്കൾ എത്തുന്നവരെ അവർക്ക് വേണ്ട മുഴുവൻ ചെലവും ആശുപത്രിയുടെ ചെലവും വഹിച്ചുകൊണ്ടാണ് ആക്സ് മുന്നോട്ട് പോകുന്നതിന് പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുടെ ഗുരുവായൂർ പ്രദേശത്തെ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് ആക്സിൻ്റെ ഇന്ന് നിലനിൽപ്പ്. തൃശ്ശൂർ ജില്ലയുടെ കളക്ടർ ആരാണോ മാറി വരുന്ന കളക്ടർ അവരാണ് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് മുൻപായിരുന്നത് പ്രിയപ്പെട്ട ഡേവിസ് ചെറമൽ അച്ഛനായിരുന്നു. ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴും ആക്സ് മുന്നോട്ട് പോകുന്നത്. ഇത് എൻ്റെ മകൾ മൈസ റഷീദ്, മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഏകദേശം ഒരു 5 വയസ്സുള്ളപ്പോൾ, ഏകദേശം 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ അന്ന് മുതൽ ആക്സിൻ്റെ ലൈഫ് മെമ്പറായിട്ട് ഗുരുവായൂർ ആക്സിൻ്റെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചേരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ വലുതാകുമ്പോൾ ഇങ്ങനൊരു
ഇങ്ങനെ സംഘടന ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെയൊക്കെ നമ്മളൊക്കെ കാലശേഷമാണെങ്കിൽ പോലും ഇങ്ങനെ സംഘടന, നല്ലൊരു സംഘടന ഉണ്ടായിരുന്നു. അതിനെ സഹായിക്കേണ്ടത് നമ്മുടെ അനിവാര്യമാണ്. ഇങ്ങനെ ഗുരുവായൂർ പ്രദേശത്ത് ഒരു തരത്തിൽ പോലും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരു താങ്ങും തണലുമായി നിൽക്കേണ്ട പുതിയ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എൻ്റെ താഴെയുള്ള മകൾ, അതുപോലെ തന്നെ മൂത്ത മകനായിട്ടുള്ള മിർസാൻ റഷീദ്, അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ അബുദാബിയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം മിഷാൽ അമീർ, ഒരു 3 പേർ, 4, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ 4 പേര് അംഗങ്ങളാണെന്നുള്ളതാണ് ആക്സിൻ്റെ പ്രത്യേകത. അതുപോലെ അവളിപ്പോൾ വീട്ടിൽ തന്നെ കോയിൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ കോയിൻ ബോക്സിൽ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ തുകയൊക്കെ അതിന് നിക്ഷേപിക്കും. അത് ആരും പറയാതെ തന്നെ ഞങ്ങളത് ആക്സിന് കൈമാറുന്ന, ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികൾ വരുമ്പോഴൊക്കെ തന്നെ ഈ തുക എടുത്തിട്ടാണ് ഞങ്ങൾ ആക്സിൻ്റെ, ചിലപ്പോൾ പല സാമ്പത്തിക ക്രൈസിസൊക്കെ വരും. ചിലപ്പോൾ ടയർ വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പെയിൻറ്റിങ്, അതുപോലെ തന്നെ എന്തെങ്കിലും വർക്ക്ഷോപ്പിൽ വരുന്ന സമയത്തൊക്കെ പൈസ വരുമ്പോഴൊക്കെ അടിയന്തരമായിട്ട് ഞങ്ങൾ അംഗങ്ങൾ തന്നെയാണ് അടിയന്തര ഘട്ടങ്ങളൊക്കെ പൈസ എടുത്ത് അതിൻ്റെ ചിലവൊക്കെ വഹിക്കുന്നത്. അപ്പോൾ ഈ പൈസയാണ് അതിനൊക്കെ ഉപയോഗിക്കുന്നത്. അതാരും അറിയാതെ തന്നെ ആ പൈസ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, ഇപ്പോൾ കാണുന്ന പല അപകടങ്ങളും, റോഡിൽ കാണുന്ന പല അപകടങ്ങളും നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു. ശ്രദ്ധ കുറവ് തന്നെയാണ് പലതും. പല അപകടങ്ങളും മെയിനായിട്ട് മൊബൈൽ യൂസിങ് അശ്രദ്ധ. എല്ലാവർക്കും അങ്ങനത്തെ ഒരു മേഖലല്ലോ, എല്ലാ കാര്യങ്ങളിലും ഒരു സെക്കൻഡ് നിർത്തി സംസാരിക്കാനോ ഉള്ള ഒരു ഇതില്ല. വിത്ത് ആംബുലൻസ് പോവുകഴിഞ്ഞാലും ഇപ്പോൾ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് സൈറണൊക്കെ ഇട്ടിട്ട് വരുന്നതിനാലും ഓപ്പോസിറ്റ് ആയാലും ക്രോസ് ചെയ്യുന്ന ആൾക്കാരായാലും ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ അതൊന്നോടെ സെക്കൻഡ് വെച്ച് മതി. ഇതൊക്കെ ഒരു പെട്ടെന്ന് കടന്നു പോകുന്ന സംഭവമാണ്, അതൊക്കെ ആയിട്ട് പോയാൽ മതി. പക്ഷെ അവ അതിന് മുന്നേ കടക്കാൻ പറ്റുന്നുള്ള വിശ്വാസം കൊണ്ട് കടക്കുകയും ചെയ്യും. ഇവിടെ വലിയൊരു അപകടം ഉണ്ടാവും ചെയ്യും. നമ്മളത് അപകടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ ചിലപ്പോൾ ആ സാഹചര്യം പോലെ വെട്ടിക്കും. അത് ചിലപ്പോൾ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും, ബ്രേക്ക് പിടിക്കും, വണ്ടി മറിയും. ഈ അടുത്ത് കാണിപ്പയ്യൂരൊക്കെ ഉണ്ടായ അപകടം പോലും അല്ലേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് ആ വീഡിയോയിൽ വ്യക്തമാണല്ലോ. കാർ ഇങ്ങനെ വരുന്നു, ആളിങ്ങനെ വരുന്നപ്പോൾ ആള് വെട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഇങ്ങനെ ചെറുതായിട്ട് ഓടിച്ചു. അത് രണ്ടോടും വിചാരിച്ച പോലെ ആയില്ല. ഈ വളയം പിടിക്കുമ്പോ മറ്റുള്ള ഓടിക്കുന്ന പോലെയല്ലോ, പേടിയാണോ തോന്നാറ്, ധൈര്യമാണോ, അല്ലെങ്കിൽ എന്താണ്? ധൈര്യം വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ധൈര്യം ഉള്ളവർക്ക് തന്നെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞത്, ഈ സാധനം ട്രാവലറും വരുന്നുണ്ട്. ഇപ്പൊ ഇത് ട്രാവലർ വണ്ടി, ആംബുലൻസ്. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ആംബുലൻസ് ആയിട്ട് പ്രത്യേകമായിട്ടുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ട്രാവലർ ഓടിക്കുന്ന ആൾക്കാർക്ക് എന്ത് ഓടിച്ചാൽ, അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന ആൾക്കാർക്ക് എന്ത് ഓടിച്ചാൽ പറ്റും, കുഴപ്പമില്ലെന്ന് പറയണമെന്നില്ല. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എടുക്കുന്ന ആൾക്കാരെ ചിലപ്പോ പല രീതിയിലായിരിക്കും കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നത്, പിന്നെ അവിടെ നിന്നിട്ട് പോകാനുള്ള ധൈര്യമാണ് വേണ്ടത്. വണ്ടി ഓടിക്കാൻ ആർക്കും പറ്റും, ചിലവർക്ക് അത് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് കണ്ടുകഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാരണം പല അവസ്ഥയിലായിരിക്കുമല്ലോ അല്ലേ. മുന്നോട്ട് പോയാൽ പിന്നെ അത് കൈവറും കാറിലൊക്കെ തുടങ്ങും. അത് ഇല്ലാത്തവർക്ക് തന്നെ അത് പറ്റുള്ളൂ. കുറച്ച് കോൺഫിഡൻസ് എന്തായാലും വേണം, ആ ഒരു ധൈര്യം എന്തായാലും വേണം. ആ ധൈര്യം എന്തായാലും കിട്ടി, അത് പോകാനും പോകില്ല. അത് എവിടെ പോയാലും അതെ അത് കിട്ടും. ഈ ആംബുലൻസിലല്ലാതെ മറ്റു ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇപ്പൊ നമ്മള് സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ സഹായിക്കേണ്ട, ആംബുലൻസിൽ ഇല്ലാണ്ട് നമ്മൾ അതുപോലെ തന്നെ കാറിലൊക്കെ ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ കാണുമ്പോ നമ്മൾ കണ്ണുള്ളിൽ സ്പോട്ടിൽ കാണുമ്പോ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അത്ര ഗൗരവമുള്ള അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് പറ്റാവുന്ന പോലെ ഒക്കെ ചെയ്യാൻ പറ്റാറുണ്ട്. ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഞങ്ങളുടെ ഈ നിലനിൽപ്പ് എന്ന് തന്നെ പറയാം. അവരിതാ കേൾക്കുന്നു, വിളിക്കുന്നു, ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയുന്നു, മൊബൈലിലേക്ക് കോൾ വരുന്നു, എവിടെയാണ് സ്പോട്ട് എന്ന് ചോദിക്കുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തന്നെയാണ് ഒരു പോക്ക്. അവിടുന്ന് കേസെടുത്തു. അവരുടെ കേസിൻ്റെ പ്രത്യേകതകൾ നോക്കിയിട്ട് ഹാർട്ട് പേഷ്യൻ്റാണ് അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളാണോ, ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് എന്നനുസരിച്ചാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഹാർട്ടിൻ്റെ ഇതുകളാകുമ്പോൾ കൂടുതൽ അങ്ങനത്തെ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, പ്ലാസ്റ്റിക് സർജറിയുടെ തൂങ്ങിക്കെടുക്കുന്ന അവസ്ഥകൾ, അതൊക്കെ ലൈറ്റിലൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഡ്രൈവർമാർക്ക് അറിയാം. പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് CPR കൊടുക്കാനറിയാം, മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. പൾസ് പിടിച്ചു നോക്കാനറിയാം, മറ്റു കാര്യങ്ങൾ. അതേപോലെ ബ്ലഡ് പോകുന്നതിൻ്റെ അവസ്ഥകൾ, അതൊക്കെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾക്ക് അവരാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. അപ്പോൾ അത്രയാണ്
അതേപോലെ തന്നെ വാളണ്ടിയർ സേവനങ്ങളും അവരും സഹായത്തിന് വേണം. കാരണം വെച്ചാൽ ഒരു നട്ടെല്ലൊടിഞ്ഞ ഒരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സാധാരണ ഒരു സ്ട്രക്ചറിൽ എടുക്കാൻ പറ്റില്ല. നടു തൂങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഫ്രാക്ചറുകൾ ആകെ പൊട്ടലുകളാവും, ഒന്നിലധികം ഫ്രാക്ചറുകൾ വരും. അപ്പോൾ അതിന് പ്രത്യേകിച്ചുള്ള സ്ട്രക്ചറുകളുണ്ട്, അത് പിടിച്ച് അതിൽ നോക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഭാരവാഹികളെക്കാളും കൂടുതൽ ഇവരുടെ കയ്യിലാണ് ഈ ആക്സിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഇത്ര കാലം കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ പറയില്ലേ, ചില ജോലി ചെയ്ത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു മടുപ്പ് തോന്നും. അങ്ങനെയുള്ള ഒരു മടുപ്പ് തോന്നാറുണ്ടോ? ഇങ്ങനെ എന്താ പറയാ, മടുപ്പ് തോന്നാറെന്ന് വെച്ചാല് ചിലപ്പോ നമുക്ക് തോന്നാറുണ്ട്. കാരണം അത് ഇതിനോടുള്ളതായിട്ടുള്ളതല്ല, നമ്മളിത് ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നും. പക്ഷെങ്കിൽ ചിലയിടത്ത് ഇങ്ങനെ പോകുമ്പോ ചിലപ്പോ സഹകരണം ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് വണ്ടിക്കാരെ ഭാഗത്തുനിന്നായാലും വണ്ടി മുന്നേ ചാടുക, മറ്റു വണ്ടികള് നമ്മള് വണ്ടി ആംബുലൻസ് ഇറങ്ങിട്ട് വരുന്ന നോർമൽ വരുമ്പോ കുഴപ്പമില്ല. നോർമൽ വരുമ്പോ അവരാദ്യം പൊക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളോട് ഇവിടെ സംഭവത്തിന് നമ്മള് വലിയ ആള് നിങ്ങൾ വലിയ ആളെന്നുള്ളതല്ല പറഞ്ഞത്. ഈ ആംബുലൻസ് പറഞ്ഞ ക്യാപ്ഷൻ എന്നുള്ള സംഭവം എന്ന് വെച്ചാൽ അറിയാലോ, അതിനുള്ളിൽ ജീവനാളാണ് അല്ലെങ്കിൽ എടുക്കാൻ പോവാണ്. ആക്സിഡന്റ് സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോകുമ്പോൾ പാടുണ്ടാവില്ല വണ്ടിയിൽ ഉള്ളില്. ബസ്സേര് ഒരിക്കൽ അതിനുള്ളിൽ നിന്ന് കൂപ്പിട്ടുണ്ട് കണ്ടക്ടർ, വെറുതെ എടുക്കടാ പോകണെന്ന് വെച്ചിട്ട്. കാരണം ആരുമില്ല, കാര്യമില്ല. നമ്മള് കേസ് അറ്റൻഡ് ചെയ്യാൻ എടുക്കാൻ പോവാണ്, അത് അവർക്കറിയില്ല. അത് ഞാൻ പറഞ്ഞത് നേരത്തെ മറ്റേ ആംബുലൻസുകളിൽ വരുമ്പോ സംഭവിച്ചാൽ രോഗി ഉണ്ടാവും. ഹോസ്പിറ്റലിൽ വരണ്ടിയാണെങ്കിലേ നമുക്ക് നമ്മള് കാലെടുക്കാൻ പോവല്ല, പട്ടികാവും പോവുണ്ടാവുക. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. പരസ്പരം മനസ്സിലാക്കാത്ത അല്ലേ? കുടുംബത്തെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല. എന്റെ വീട് ചോലൂർപ്പടിയിലാണ്. ചോലൂർപ്പടി പണ്ടത്തെ ഷാർജ തിയേറ്റർ. അതെ അതെ അതെ. എന്റെ വീട്. ഉപ്പാടെ പേര് കുഞ്ഞിമാൻ, ഉമ്മാടെ പേര് സഫിയ. ഇപ്പോ സുഖലാണ്ട് കിടക്കുകയാണ് ഉമ്മ. പിന്നെ മൂത്ത സഹോദരിയാണ് സാജിദ എന്ന പേര്. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി, കുഴപ്പമില്ല. പിന്നെ ഇക്കയാണ്, ഇക്ക വിദേശത്താണ്, അബുദാബിയില് സൈറ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സുഹൈൽ എന്ന പേര്. പിന്നെ താഴെ ഞാന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. വൈഫിന്റെ പേര് ഐഷ എന്നാണ്. ഇത്രയാണ് വിശേഷങ്ങൾ. ഇപ്പൊ ഉപ്പയും ഉമ്മയും കൂടിയിട്ടാണ് ഒരുമിച്ചാണ്. വൈഫുണ്ട് ഇവിടെ. വൈഫ്. അങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ട്. അതെ അതെ അതെ. സന്തോഷത്തോടെ പോകുന്നു. ഉപ്പയ്ക്കും അവർക്കൊക്കെ ഇങ്ങനെ ഒരു ജോലി, അവർക്ക് ടെൻഷൻ ഉണ്ടോ? എന്നെ ശ്രദ്ധിക്കുകയോ വണ്ടി ഓടിക്കല് കാര്യങ്ങളൊക്കെ. വൈഫ് അല്ലെ, ഇങ്ങനെ പല കഥകളും കേൾക്കുമ്പോ വൈഫൊക്കെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടോ? പിന്നെ അത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ വരുമ്പോ ഉപ്പരും കേൾക്കല്ലേ, അതിനൊന്നും എതിരല്ല. കാരണം അവരുടെയും കൂടിയും ഒരു സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ലല്ലോ അല്ലെ? അതെ. കാരണം അവര് പലപ്പോഴും രാത്രിയിലും പകലും 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം ചിലപ്പോ എന്തെങ്കിലും പരിപാടികളൊക്കെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോ മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. പല വീട് കുടുംബ സ്ഥലങ്ങളിൽ പോകാൻ പറ്റാറില്ല. ആഘോഷങ്ങളൊക്കെ കുറവാണ്. ഒരുമിച്ച് പോക്കൊക്കെ വളരെ അല്ലേ? ശരിക്കും ഒരു നാടിന് വേണ്ടിയിട്ട് അല്ലേ? അതൊക്കെ ഇതേപോലെ അവരൊന്ന് പറയുമ്പോഴാണ് നമുക്ക് ഉള്ളിന്നുള്ളത് വരുന്ന മാത്രമുള്ളൂ. കാരണം ആരും അറിയാത്ത, നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മള് അല്ലേ നമ്മുടെ ഒരു ജീവിതം. ഇതിന്റെ സംഘാടകരാരൊക്കെയാ? നമ്മളിപ്പോഴത്തെ ആക്സിന്റെ കാര്യങ്ങളൊക്കെ നയിക്കുന്നതൊക്കെ ആരൊക്കെ തന്നെയാ? ഇത് സംഘാടകര് ഞാൻ വരുന്ന കാലഘട്ടങ്ങളില് നമ്മളെ സൈമൺ മാസ്റ്റർ ആയിരുന്നു. തുടക്കം കാലം മുതൽ അദ്ദേഹം ഭയങ്കര സജ്ജമായിരുന്നു. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ കുറെ പ്രവർത്തകരും കുറെ കമ്മിറ്റി മെമ്പർമാരുണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു മാനേജറുടെ ENC ബാബു, തമ്പുരാമ്പടിയിലുള്ള ആളുകളുള്ള ആക്ട് ആയിരുന്നു. അവരൊക്കെയാണ് നമ്മളൊക്കെ ഇതിലേക്ക് എത്തിക്കാനുള്ള പിടിച്ചു നിർത്താനുള്ള അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നീട് ഞാൻ പറഞ്ഞു വിദേശത്ത് പോയിട്ട് വന്നു. അപ്പോഴത്തേനും കമ്മിറ്റി ഒക്കെ ആകെ മാറി. മാറില്ല, 2 വർഷം കൂടുമ്പോ മാറും. അപ്പോ ഇരിങ്ങാപ്പുറത്തുള്ള പ്രസാദേട്ടൻ ആളായിരുന്നു അന്ന് സെക്രട്ടറി. ഇപ്പോ ആ പ്രസാദേട്ടൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സെക്രട്ടറി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ പ്രസിഡന്റ് ആയിട്ട് അന്ന് ജോൺസേട്ടൻ ഉണ്ടായിരുന്നു, CD ജോൺസേട്ടൻ. പിന്നെ മാർട്ടിൻ ലൂയിസ് എന്നിട്ട് പാർട്ടി, ഇപ്പൊ റഷീദ് അപ്പൊ അങ്ങനെ 21 കമ്മിറ്റികളാണ് ഉള്ളത്. അവരും ഈ സ്ഥാനം ഏറ്റെടുക്കാൻ വലിയ തയ്യാറല്ല. എല്ലാരും കൂടി പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ റിസ്ക് എന്താണെന്ന് കണ്ടെത്തണം, ഒരുപാട് പേര് കാണണം, ആൾക്കാർ സഹകരണം ഉണ്ടാവില്ല. പക്ഷേ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ തന്നെയാണ് കൂടുതലും സെക്രട്ടറിക്ക്.
തലവേന പിടിച്ച പരിപാടി തന്നെ പറയാം. കാരണം ഇതിന്റെ ഒരു സാമ്പത്തികം തന്നെ അല്ലേ? അതെ അതെ, ശരിക്കും ഈ നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവരും ചെറിയൊരു സഹായം തന്നാൽ തന്നെ ഇത് വളരെ മനോഹരമായിട്ട് നടക്കും. സംബന്ധിച്ചിടത്തോളം അതാണല്ല മറ്റേ നിങ്ങള് ഓരോരുത്തർ പറയുന്നത് ഗുരുവായൂർ ടെൻഷൻ അടിക്കുന്നതായിരിക്കും. നമുക്ക് ആ കാര്യം കൊണ്ട് ഇറങ്ങുമ്പോ അറിയുള്ളൂ ഗുരുവായൂരുടെ ചില സത്യമായിട്ട് പറയാം. അതൊന്നും ഇപ്പൊ പറയണില്ല. ഒരു വർഷത്തിലൊരു 100 രൂപയുടെ കൂപ്പൺ നമ്മൾ ഇറക്കുക. ഒരു വർഷത്തിൽ 100 രൂപയുടെ സംഭാവന കൂപ്പൺ ഇറക്കുക. സമ്മാനമായിട്ടില്ല. കടകളിലെ എല്ലാ എടുക്കുന്ന ലോണുകാരൊക്കെ നിഷേധിക്കും. ഞങ്ങൾ എന്തിനാ തരുന്നത്, സൗദിനായിട്ട് ഞങ്ങൾ എന്ത് തരുന്നെന്ന് പറഞ്ഞവരുണ്ട്. 2 ദിവസം തന്നെ അതിന്റെ പടി തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ആൾക്കാർ വേണമെന്നില്ല, ഉണ്ടായുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത്. പക്ഷെ അവിടുന്ന് കിട്ടിയില്ല ഇല്ലെങ്കിൽ അതിന് മുന്നിൽ തന്നെ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതൊരു നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അതാ പറയുന്നത്, എനിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ എന്റെ ഇതിന് വേണ്ടിയിട്ടുള്ളതല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തന്നെയാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വിളിച്ചാൽ വിളിപ്പെടുന്നു. വണ്ടിക്ക് കംപ്ലൈന്റുകൾ വന്നാൽ വേറെ രക്ഷ ഒന്നുമില്ല. വിളിച്ചാൽ കിട്ടുന്ന എല്ലാവർക്കും സർവീസ് കിട്ടുന്ന വരില്ല. പക്ഷെ നമ്മൾ അതും തരണം ചെയ്യുന്നുണ്ട്. ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി ഇറങ്ങി വരുമ്പോ എങ്ങനെ ഒരു 10-15 രൂപ ബില്ലാവും. നമ്മൾ അങ്ങനെയല്ലേ കൊണ്ടുപോകാറ്. അതൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ഫണ്ട് കണ്ടെത്തിന് വേണേ. ശരിക്ക് ഗുരുവായൂരുള്ള ആളുകളുടെ സുമനസ് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി അല്ലേ? 18 വർഷം എത്തിച്ചില്ലേ? മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ ഇല്ല, ജാതി മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുപോലെ ആൾക്കാർ സംഭവം. പിന്നെ എല്ലാ മാസവും മീറ്റിംഗ് കാരണം അതൊക്കെ ഭയങ്കര കൃത്യമായിട്ടും നമുക്ക് ഇത്രയുള്ള ഫണ്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അടുത്ത എന്ത് കണ്ടെന്നുള്ള റഷീദ്ക്കായാലും പ്രസാദനായാലും മറ്റ് ഭാരവാഹികളെല്ലാരും കൂടിയിട്ട് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം ഗുരുവായൂർ പ്രദേശത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സ്ഥലം ഗുരുവായൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടാവാറുണ്ട്. കാരണം ഗുരുവായൂർ അമ്പലം സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ളവരും കൂടുതലും പുറത്തുനിന്ന് വരുന്നവരാണ്. ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാര് അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ വരിയിൽ നിൽക്കുമ്പോ തലയിട്ട് വീടിന് കാലമാകുമ്പോ ജനങ്ങളാണ് നമ്മൾ വിളിക്കുന്നത്. ജനങ്ങൾ വിളിക്കുമ്പോ നമ്മൾ അവിടെ നിന്ന് എത്തുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ എത്തുമ്പോൾ ചിലവര് എത്രയായിട്ടാ ചാർജ് ചോദിക്കും. അല്ലെ നമ്മള് ഇങ്ങനെ ഒരു സംഘടനയാണ് ഫ്രീ ആണ്, അപ്പൊ എന്നാലും ചിലപ്പോ ചായ കാശ് പിടിച്ചോ പറയും. അപ്പൊ വേണ്ട, അത് മേടിക്കുന്നതില് കാര്യമില്ല പറയും. പിന്നെ ചെയ്യുന്നതില് പ്രവർത്തനത്തില് കാര്യമില്ല. ആരുടെയും പൈസ അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല. അതെ അതെ അതെ, അങ്ങനെയുണ്ട്. പിന്നെ അമ്പലത്തിന്റെ ആ ഉള്ളിൽ കോമ്പൗണ്ടിലൊക്കെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം പോകാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ കാലക്രമേണ കുറെ ആംബുലൻസുകളും കാര്യങ്ങളൊക്കെ അവർക്കും ആയതുകൊണ്ട് നമുക്ക് അത് ദേവസ്വത്തിനും ആംബുലൻസ് ആയതുകൊണ്ട് പിന്നെ ഇപ്പൊ ആകെ പറഞ്ഞല്ലോ കുറെ മാതൃകയായിട്ട് കുറെ വണ്ടികളും ആംബുലൻസുകളും കാര്യങ്ങളും മറ്റു ആംബുലൻസുകളും ഉണ്ട്. നമുക്കും ദൂരപരിധിയിലും കുറെ കുറഞ്ഞു കിട്ടി. ഇവിടെ ഗുരുവായൂരിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ വളരെയധികം അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഇവിടെ. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ, ഇതിനോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് താമസിക്കാനായിട്ട് വരുന്ന ലോഡ്ജുകൾ, അതിൻ്റെ എണ്ണം എത്രയുണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാജ്യത്തൊട്ടാകുള്ള ആൾക്കാർ കൂടുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും ഇതൊരു അത്യാവശ്യ ഘടകമാണ്. കാരണം വെച്ചാൽ വരുന്നവർ കുഴഞ്ഞു വീഴുക, അങ്ങനത്തെ അസുഖങ്ങൾ, കാര്യങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ, ഇതൊക്കെ ഞങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപകടങ്ങളും അത്യാഹിതങ്ങളും ആണ് ബൈ ലെവൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടി ഗുരുവായൂരിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തും കൊണ്ട് ഞങ്ങൾ ലോഡ്ജിൽ കുഴഞ്ഞു വീഴുന്ന ആൾക്കാരെയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ്. അത് ഫാദർ ചിറമ്പലിനോട് ഞങ്ങൾ പറയുകയുണ്ടായത്. അദ്ദേഹം പ്രത്യേകം മീറ്റിങ്ങിന് വരുമ്പോൾ ചോദിക്കാറുണ്ട്, കേസുകളുടെ എണ്ണങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പൊതുവെ കുറച്ച് ആക്സിഡൻറ്റുകൾ കുറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. അത് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിലമതിക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ്. മുനിസിപ്പാലിറ്റി ഉണ്ട്, ദേവസ്വം ഉണ്ട്, എങ്കിൽ കൂടിയും ഞങ്ങളുടെ സേവനമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇതിൻ്റെ ആരംഭം തൊട്ട് മുനിസിപ്പൽ നമ്മൾ ബസ് സ്റ്റാൻഡിലായിരുന്നു ഇതിൻ്റെ സ്ഥാപനം. ഇപ്പം നമ്മൾ ഇരിക്കുന്നതും ടൗൺ ഹാളിൻ്റെ പരിസരത്താണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതുപോലെ സഹകരണം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അവര് നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഒരു ഓഫീസ് സൗകര്യം ഉണ്ടാക്കിയിരുന്നു. അത് ബസ് സ്റ്റാൻഡ് പൊളിക്കുമ്പോൾ കുട്ടികൃഷ്ണ സ്മാരക ബിൽഡിങ്ങിൽ സംവിധാനം ചെയ്തിരുന്നു. വണ്ടിയുടെ സൗകര്യങ്ങള് ടൗൺ ഹാളില് ഒരുക്കുന്നുണ്ട്. എവിടെയെങ്കിലും സൈഡിലേക്കിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷെ കല്യാണ ദിവസങ്ങളിൽ എടുക്കുമ്പോൾ നമ്മളെ മനസ്സിലായിട്ട് മാറ്റിയിടുന്നതാണ്. നമുക്ക് വിചാരിച്ച പോലെ നടക്കില്ല, നമ്മളത് കണ്ടറിഞ്ഞിട്ട് ചെയ്യും. പിന്നെ ഇപ്പോ പ്രോപ്പർ പറയണെങ്കിൽ വണ്ടി ഇടാൻ അടിക്കും പറയെങ്കിൽ ഭയങ്കര വിഷമമുള്ള കേസാണ്. ഇപ്പൊ ഇവിടെ കല്യാണം ആയാലും നമുക്ക് പുറത്തായാലും ഗ്രൗണ്ടിൽ നിന്നും ഫുള്ളാവണില്ല, ഇടാൻ പറ്റില്ല.
പെട്ടെന്ന് എടുത്ത് പോവും വേണല്ലോ അല്ലെ എന്തെങ്കിലും. നമ്മളവിടെ വണ്ടിയിലിരിക്കണം. എന്താ കാരണം വെച്ചാല് ആരെങ്കിലും കൊടുന്നിട്ടുണ്ടോ നോക്കണം. അതെ അതെ നമ്മളവിടെ പോയാലേ ആരെങ്കിലും ഇട്ട് പോകും. അതെ എടുക്കാത്ത വണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അതെ അതെ. അപ്പൊ നല്ലൊരു കേസുകൾ വന്നു കഴിഞ്ഞാല് എടുക്കാൻ പറ്റില്ല ഉള്ള പ്രശ്നം. ഇനിയിപ്പോ ബസ് സ്റ്റാൻഡൊക്കെ പണിത് കഴിഞ്ഞാൽ തിരിച്ചു വീണ്ടും ആ ഒരു പ്രദേശത്തേക്ക് കിട്ടുന്ന പ്രതീക്ഷിക്കാം. അതെ സംസാരിച്ച് ചെയ്യേണ്ട തരും എന്നുള്ള വിശ്വാസമുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ അവരെ ആംബുലൻസിൽ പ്രവർത്തകർ സഹകരണമാണ്. നമ്മളിപ്പോ വണ്ടിയിലാണ്ടാകുമ്പോ അവർ വിളിച്ചാൽ അവര് നമ്മളോട് സഹകരിച്ചു. മുനിസിപ്പാലിറ്റിയുടെ ആംബുലൻസുമായിട്ട് അവരും ആ വണ്ടി പോയാൽ അവർ നമ്മൾ വിളിക്കാറുണ്ട്. അതെ അതെ. നമുക്ക് ഇപ്പൊ ഈ നമ്മള് ഓരോ കേസുകൾ നമ്മൾ ഈ എമർജൻസി കേസുകളായിട്ട് പല ഹോസ്പിറ്റലിലേക്കും നമ്മൾ പോകാറുണ്ട്. ഞാൻ മുന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഹോസ്പിറ്റലുകാർ പലപ്പോഴും വേണ്ട രീതിയിൽ സഹകരിക്കാത്ത ഒരവസ്ഥയൊക്കെ പലപ്പോഴും മിക്ക ഹോസ്പിറ്റലുകളും അവർ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഏത് സമയത്ത് 24 മണിക്കൂറും അവർ അങ്ങനെ ഒരു കെയർ തരുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് വളരെ സങ്കടം തോന്നിയിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട്, ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവാറുണ്ട്. ഹോസ്പിറ്റലിന്റെ പേരോടൊന്നും ഞാൻ അങ്ങനെ പറയണില്ല. എന്താ കാരണം വെച്ചാല് അവിടെ ചെല്ലുമ്പോൾ സംഭവം എന്ന് വെച്ചാല് ചിലവർക്ക് ഫുള്ള് മനസ്സുകൊണ്ട് വരുന്ന പ്രവർത്തിക്കുന്നവരായിരിക്കില്ല. അവർക്ക് ആ ഡ്യൂട്ടി ടൈം കാര്യങ്ങള് അവര് ആ ടൈം മാറുന്ന ആൾക്കാർ സ്പോട്ടിൽ ഇപ്പോൾ മാറണൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ നോക്കാനൊക്കെ ടൈമിങ് വരുന്നുണ്ട്. അത്രണ്ട് ഗൗരവമായി എടുക്കുന്നില്ല. നമ്മളിവിടുന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര അബോധാവസ്ഥയിലേക്ക് ആയിരിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കുറച്ച് റിക്കവറായി ഉണ്ടാവും, ചിലപ്പോൾ ഒരു പക്ഷെ അതായിരിക്കാം. പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായ സംഭവമാണ്. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ നമ്മളിരിക്കുമ്പോൾ നടന്നു വരുന്ന ആള് വെച്ചാൽ ആരില്ലാത്ത ആളാണ്, വീടും ഇല്ലാത്ത ആൾ തന്നെയാണ്. ആളിങ്ങനെ കുറച്ച് അലിഞ്ഞ് നടക്കുന്ന ഒരാളാണ്, എന്തായാലും മനുഷ്യൻ തന്നെയാണത്. അപ്പൊ അദ്ദേഹം അവിടെ നടന്നു വരുന്നുണ്ട്. പറഞ്ഞപ്പോ പിന്നെ എന്നിട്ട് ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളത് കള്ള് കുടിച്ചിട്ടായിരിക്കും എന്നുള്ള ഒരു തെറ്റായിരുന്നു. കള്ള് കുടിച്ചിട്ടായിരിക്കും എന്നുള്ള ഇതാണ്. അങ്ങനെ നടന്നിട്ട് പിന്നെ ഇവിടെ കുറേ സൈഡിൽ കിടക്കാറുണ്ട്. അന്നത്തെ ബസ് സ്റ്റാൻഡിൽ ആൾക്കാർ കിടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കിടക്കാനാവും എന്ന് വിചാരിച്ചിട്ട് വന്നു. പിന്നെ കിടന്നിട്ട് ഇപ്പഴേക്ക് ഇതാവില്ല, ഇങ്ങനെ ആവില്ല. അപ്പൊ അന്ന് കൂടെ 2 പിള്ളേരവിടെ കസാര ഇട്ടിരിക്കുന്നു നമ്മൾ വണ്ടി എടുത്ത്. ഇക്കാതെന്താ വിഷയം ഇട്ടാൻ വേണ്ടി പറഞ്ഞേ. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആൾ ശ്വാസം പിടിക്കുന്ന. അപ്പൊ പെട്ടെന്ന് നോക്കിയില്ല, വേഗം സ്ട്രെച്ചർ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് ആകെ മുഷിനിക്കുക. മുഷിന് വെച്ച് കഴിഞ്ഞാല് യൂറിനും ഒക്കെ പോയിട്ടുണ്ട്. നമ്മളതൊന്നും നോക്കിയിട്ടില്ല, ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. ഇവരെല്ലാവരും മാസ്ക് ഇട്ടിട്ടും ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ അവിടെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ. നേരെ തിരിച്ചാണ്, അവരെല്ലാം സേഫ്റ്റി ഉണ്ടാവും. പക്ഷെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഡ്രസ് ആയതുകൊണ്ട് എല്ലാവരും ഇല്ല ടാപ്പിളും പറഞ്ഞിട്ട്. അതാ പറഞ്ഞ മനസ്സാറിനുള്ള കൊള്ളറേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ 100-ൽ 2 പോക്കായിരിക്കും. അപ്പൊ അന്നത്തെ നമ്മളെ ആ സമയത്തിന് അങ്ങനത്തെ ആളായിരുന്നു. അപ്പോ ECG എടുക്കണം, എന്തോ വേരിയേഷൻ നോക്കട്ടെ, ECG എടുക്കാൻ തമ്മിൽ. അപ്പോൾ ആള് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ആളപ്പോൾ ഇങ്ങനെ ഇതുണ്ട്. ECG കഴിയുമ്പോൾ ആരില്ല. അപ്പൊ നമ്മളതിനെ കൊടുക്കും കാലൊക്കെ കൂടിയെടുത്ത് നമ്മള് കൂടുതൽ ആൾക്കാരെ കൂട്ടിയെടുത്ത് ഒക്കെ കഴിഞ്ഞ്. അപ്പോ ECG അപ്പോഴല്ല, അതിന് ശേഷമാണ് അവിടെ കിടത്തി പോകുന്നത്. നമ്മൾ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുക. എന്നിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി വണ്ടി തട്ടി തട്ടിയിട്ട് എന്തായിട്ടാ ചോദിച്ചു, കൊടുന്നാലും മരിച്ചിട്ടാ പറഞ്ഞേ. അപ്പന്നെ മരിക്കുകയെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ വേണ്ട ഒതുക്കി. അപ്പൊ ECG എടുക്കുന്നുണ്ട്. ECG എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഡ്രസ് വരാൻ നിന്ന്. അപ്പോ നമ്മള് ഫോട്ടോ എടുക്കാറുണ്ട്, ആരില്ലാത്തല്ലേ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാല് അത് പോലീസുകാർ വിളിക്കുന്ന അറിയാം, ഇവർക്കൊന്നും അറിയില്ല. ഹോസ്പിറ്റലുകാർക്ക് അത് അറിയില്ല. അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അങ്ങനെ ഫോട്ടോ എടുത്ത് അപ്പൊ അവര് ഞാൻ വീഡിയോ എടുക്കാണ്. ഇയാള് മരിക്കുന്നതല്ലേ, വീഡിയോ എടുത്തു നോക്കാണ്ടുള്ള പ്രശ്നമാവുന്നുള്ള ഡോക്ടർമാര് തെറ്റിയായിരുന്നു. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അന്വേഷണമായി പറഞ്ഞു. അതിന്റെ 2 ദിവസം മുന്നാണ് എവിടെ ഒരു നഴ്സിനെ കുത്തുള്ള വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ ഭാഗം സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അത് എന്നിട്ട് ചാവക്കാട് സ്റ്റേഷനിൽ ഒരു എത്തിയ കേസ്. അപ്പൊ ഞങ്ങളും പറഞ്ഞു നിങ്ങൾ നോക്കാണ്ട് തന്നെയാണ്. നമുക്ക് ഒരു ഇത് വന്നു, ഓൾറെഡി മരിച്ചു. നിങ്ങൾ വീഡിയോ എടുത്തുള്ളതാണ് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഫോൺ പരിശോധിച്ചോളൂ, വീഡിയോ എടുത്തിട്ടില്ല മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ ഫസ്റ്റ് ദിവസം വിളിച്ചപ്പോ അവര് വന്നില്ല. നമ്മളിട്ടൊന്ന് ഹോസ്പിറ്റലുകാർ 2ാമത്തെ ദിവസം വന്ന പോലീസുകാർ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ സംഭവം. അപ്പൊ ആ പോലീസുകാർ നല്ലതാണ്, നിങ്ങളെ പ്രവർത്തനം കാലം എനിക്ക് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാം, നമുക്ക് പരാതി ലാസ്റ്റ് അങ്ങോട്ട് സംസാരിച്ചത് എവിടെ ഇല്ലാത്ത രീതിയിൽ ആക്കിയെന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് മുകളിലൊക്കെ അറിയാം. അവർക്ക് ഞാൻ എന്താ പറയാ, നമ്മളെങ്ങാട്ടി ഇത് ആ ഒരു ഇത് തന്നെ അവിടെ കിടക്കും കാണിച്ചു. അങ്ങനെ കുറെ അനുഭവം എപ്പോഴും ഇല്ല. ചിലവരൊക്കെ നല്ല മാന്യമായിട്ട് തന്നെ തിരിച്ചും. അതായത് നമ്മളെ കൂടുന്നതിൽ നമ്മളൊപ്പം സഹകരിച്ചിട്ട് ഇപ്പൊ കൈ പിടിച്ചിരിക്കും. അത് അവർ സഹായം നമ്മളെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ കൂടെ
കൂടുതൽ ആളില്ലാത്ത സംഭവങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും, കുറച്ച് മദ്യപിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ, അത് അവരും വേണ്ടി കാര്യമില്ല. അവിടെ കിടന്ന് ബാലുണ്ടാക്കലും തെറി വിളിക്കലും കാരണം അവർക്കും പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ ഒപ്പം നിന്ന് കൈയടിച്ച് വിടും. പക്ഷെ എന്ത് പറയാ, അത് മനുഷ്യനല്ലേ, തല പൊട്ടിയിട്ടോ ബ്ലഡ് ആയിട്ട് നമ്മൾ കൊണ്ടുണ്ടാവുക. എന്നാലും കുറേയൊക്കെ അവര് സഹകരിച്ച് കഴിച്ചിട്ട്. പിന്നെ ചില ഹോസ്പിറ്റലില്, പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോകുമ്പോ ആക്സിഡന്റ് വണ്ടി വരുമ്പോ പേടിയാ, അതെന്തേലും പണിയാന്നുള്ളത് അറിയാം. പ്രൈവറ്റിലേക്കാണ് കൊണ്ടുപോലല്ലോ, കുറച്ച് ഗുരുതരായിട്ടുള്ള പറഞ്ഞിട്ട് ആരും ഇല്ലാത്തുള്ളതെന്ന് അറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ കൊണ്ടുപോകാൻ, അതല്ലേ ഉള്ളൂ. അതുപോലെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ജീവനുകളൊന്നും നമുക്ക് എവിടെ എത്തിക്കാൻ പറ്റില്ല. ശരിക്കും ആരും തിരിച്ച് എന്താ പറയാ, ഇങ്ങനെയുള്ള ജീവനുകൾ ഒരുപക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല, അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളെ കാണില്ല. അങ്ങനെയുള്ള അല്ലെ, അങ്ങനെയുള്ള ഒരുപാട്. എന്റെ അനുഭവത്തിൽ ആകെ ഒരൊറ്റ ആളാണ് ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളത്. വന്നിട്ടുള്ള ആയിക്കോട്ടെ, ജസ്റ്റ് പാസ് പോകുമ്പോ എന്നെ അറിയുമോ ചോദിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ പെട്ടെന്നുണ്ട് ഇതുപോലെ ഓക്കെ അന്ന് ബൈക്കിൽ നിന്ന് ആളില്ലേ പറഞ്ഞു, വർഷാപ്പുകാരനാണ്. ആളെ വയലിനൊക്കെ പൊട്ടിയിട്ട് അന്ന് നമ്മള് ഹയാത്തി കൊണ്ടിട്ട് ഹയാത്തിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയില്ല. ജസ്റ്റ് കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പണിയെടുക്കരുത്, നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഓടിക്കുന്നു പറഞ്ഞില്ല. അപ്പൊ വളരെ ഫോളപ്പ് ചെയ്തിട്ടാ പറഞ്ഞേ, എന്തായാലും ഇതുവരെ കുഴപ്പമില്ല എത്തിയില്ലേ. ആള് മാത്രമാണ് ഈ വർഷത്തിനിടയിൽ എനിക്ക് വന്നിട്ടുള്ളത്. ഇന്നവരെ ഒരാൾ അങ്ങനെ വിളിച്ചിട്ട് നമ്മളത് എങ്ങനെ അന്വേഷിക്കുന്നില്ല. ഇങ്ങനെ ഒരാള് വന്നിട്ടാണ് ഒരു അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള എന്റെ അറിവില്. ബാക്കി അങ്ങനെ വിളിക്കണമെന്നോ മറ്റേ കാര്യങ്ങളൊന്നും നമ്മൾ പറയണത് അത് തകലല്ല. പക്ഷെ അത് ഒന്ന് അന്വേഷിക്കുമ്പോ ഒരു നമുക്കൊരു സന്തോഷം അല്ലേ. ആദ്യമായി എടുത്ത കേസ് എന്ന കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പുതുശ്ശേരി ചൂണ്ടലടുത്ത് പുതുശ്ശേരി സ്കൂളിൻ്റെ അടുത്ത് ഒരു തീപ്പൊള്ളലേറ്റ ഒരു കുടുംബിനിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാൻ ഇടവന്നത്. അങ്ങനെ അവിടെ നിന്ന് അങ്ങ് തുടർന്ന് പരിപാടികളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവർമാർ വേണ്ട രീതിയിൽ നമുക്ക് അവൈലബിൾ ആവുന്നില്ല. നാമമാത്രമായ ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത്. അതിന് തയ്യാറായിട്ട് വരുന്ന ഡ്രൈവർമാർ വേണ്ടേ. എന്തായാലും ഡ്രൈവർമാരും സന്നദ്ധരായിട്ടുള്ള കുറേ വളണ്ടിയർമാരുടെയും സേവനം കൊണ്ട് തന്നെ ഇത് ഭംഗിയായിട്ട് മനോഹരമായിട്ട് അതിൻ്റെ തുടക്കം കുറിച്ചു. തുടർന്ന് ഞങ്ങളുടെ ഈ ഡ്രൈവറുടെ ബുദ്ധിമുട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരാൻ 3 ഷിഫ്റ്റിലും ഒരേ ആൾ തന്നെ പ്രവർത്തിക്കാൻ സന്നദ്ധം പ്രകടിപ്പിച്ചു വന്നു ഇപ്പോഴത്തെ പ്രവർത്തകനായിരിക്കുന്ന സാബർ. ആ സാബറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അദ്ദേഹം 2-4 വർഷങ്ങളായി തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ ആക്സിൻ്റെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. 24 മണിക്കൂർ അദ്ദേഹം തന്നെയാണ് എൻ്റെ നേതൃത്വത്തിലിരുന്നത്. നമ്മളിങ്ങനെ നമ്മളുടെ ഈ ഒരു സംഭാഷണം ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആദ്യത്തിലെ ഒരു ആക്സിഡൻ്റ് ആണ് അല്ലെ, തൃശ്ശൂരുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ്. ഒരുപക്ഷെ നമ്മളെടുക്കുന്ന ഓരോ വ്യക്തികളിലും അന്ന് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും അല്ലെ, അന്ന് സഹായിക്കാൻ പറ്റാത്തതിൻ്റെ ഒക്കെ ഒരു വേദന ഇപ്പോഴും ഉണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നാറുള്ളത്? അതെ, നമ്മള് അങ്ങനെ ആ ഒരു ലക്ഷ്യം തന്നെയാണ് മറ്റുള്ള അപകടങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ. അത് മരണം ചിലത് നമുക്ക് അറിയാൻ പറ്റും, നല്ല സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ചാൻസ് കുറവാണെങ്കിലും നമ്മൾ മാക്സിമം എത്തിക്കുക. മാക്സിമം എത്തിയിട്ട് ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിലോ എന്നുള്ള ഒരു ഇതിലാണ് ഈ മരണപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഇതിൽ പോണത്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന പരമാവധിയിൽ എത്തിക്കുക. ചിലവർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രികളിൽ വാർത്ത കേൾക്കാം, ജീവൻ കിട്ടിയില്ലേട്ടാ മരിച്ചിട്ടുള്ള. അത് കേൾക്കുമ്പോൾ സങ്കടം തന്നെയാണ്. ചില ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അത്രയും ഉണ്ടായിരിക്കില്ല, രക്ഷപ്പെടുന്നുള്ള പറഞ്ഞ ആൾക്കാരായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ പറഞ്ഞ അറ്റാക്ക് വന്നിട്ട് അങ്ങനെയും കുറെ ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്ന പ്രതീക്ഷയുള്ള ആൾക്കാരല്ല, കൊണ്ടുപോകുമ്പോ നമ്മളോട് സംസാരിച്ച് വണ്ടിയിൽ സ്വന്തം കയറുന്ന കയറിയ ആൾക്കാർ ചെറുതായിട്ട് പൊട്ടിയുണ്ടാവുള്ളൂ ഇവിടെ എടുത്തുകൊണ്ടുള്ള. അത് ആൾക്കാരും ഇല്ല, വീട്ടിൽ നിന്ന് മകനായിട്ട് തല്ലുകൂടി വന്നിട്ടുള്ള സംബന്ധിച്ചുള്ള അങ്ങനെ ആൾക്കാർ വരണ്ടല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇവിടുന്ന് വന്നാലും വീണ് പൊട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ വിളിച്ചാൽ നമ്മൾ പോകും. അപ്പൊ അതുപോലെ അന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയപ്പോ അന്ന് കൂടുതലുള്ള ആള് വെള്ളം വേണമെന്ന് വെള്ളം കൊടുത്തു ഒക്കെ അവിടെ വന്നു. അന്ന് പിന്നെ വൈകിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ചാവക്കാടുത്തെ 108 ഒരു ഒരാളുടെ ആളിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊടുന്ന ചേട്ടായി മരിച്ചിട്ടാ പറഞ്ഞേ. മരിക്കുകയെന്ന് വെച്ചു തന്നെ. അതെ, ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല പറഞ്ഞേ. ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അറ്റാക്ക് എന്താ വന്നോന്ന് പറഞ്ഞു. വയസ്സിന്റെ കുറച്ച്, എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമുക്ക് അറിയാം, നല്ലൊരു അച്ഛനെ കാണുമ്പോ ഇനിയും കുറച്ചുകൂടി ജീവിക്കാനുള്ള ഒരു തന്നെയായിരുന്നു. ചെറിയൊരു നിസ്സാര പരിക്കണുള്ളത്. അതേപോലെ തന്നെയാണ് വേറെ ഇതുപോലെ തന്നെ ചെറിയ ആക്സിഡന്റ് ആയാലും 2 പേരെ കൊണ്ടുവേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് നല്ല സീരിയസ് ആയിരുന്നു. നല്ല സീരിയസ് എന്ന് വെച്ചാല്
നല്ലതായിരുന്നു. ഓപ്പോസിറ്റ് അപ്പുറത്ത് കെട്ടിയ ആള് ചെറിയ പരിക്കുള്ളതാണല്ലോ, പക്ഷെ ആളാണ് മരിച്ചത് ആദ്യം. ഇയാളായിരുന്നു നമ്മുടെ ഒരു ഇതിലുണ്ടായിരുന്നത്. അതായത് പെട്ടെന്ന് കെയർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു വാർത്ത കേട്ടത്. മറ്റാൾക്ക് ഇപ്പോഴും വലിയ കുഴപ്പമില്ല. ശരിക്ക് നേരത്തെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഇങ്ങനെ ഒരാളെ കാണുമ്പോ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, അതൊരു മനുഷ്യനല്ലേ എന്ന് തോന്നുന്ന ഒരു ചിന്താഗതിയില്ലേ? ചിന്താഗതി തന്നെയുള്ളൂ. ആ ഒരു സംഭവം വേണ്ടല്ലോ. കാരണം നമുക്കത് ആക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അല്ലേ ഒരു. പിന്നെ ചില വീടുകളില് ഇതൊക്കെ വിളിക്കുമ്പോ എന്ന് വെച്ചാല് ചിലപ്പോ അവര് ആവശ്യപ്പെടുക തൃശ്ശൂർക്കൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് തൃശ്ശൂർക്ക് പോവാന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അറിയാമല്ലോ, ഫ്രീ ആണല്ലോ. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാന്നുള്ള ദൗത്യമാണ്, അതിനുള്ളൊന്നും ഉറപ്പ് വരുത്തിക്കില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതും മറന്നിട്ട് ഈ ഫോൺ എടുക്കുന്ന ആളും മറ്റുള്ളവർക്കാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാരണം മനസ്സിലാവുള്ളൂ. അവർ വിഷമങ്ങളും ആ വെപ്ലാറവിളിയും ചില എന്താ അങ്ങനെ കൊണ്ടുപോകാൻ കാര്യത്തില്ല, അവിടെയാണ് ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കുക. അപ്പൊ അവിടെ ഒന്നുകൂടി ഫാസ്റ്റ് ആവില്ല, ഇവിടെ കൊണ്ട് സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവര് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ചോദിക്കും, അപ്പോഴും അറിയില്ല അവർക്ക് എത്ര ചാർജ്, ചേട്ടാ ഒന്നുമില്ല ഫ്രീ സർവീസ്. അതിലെന്തേലും നമ്മളതുപോലെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ നിർബന്ധിക്കുന്നില്ല, താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴേലും വന്നിട്ട് ഓഫീസിൽ നടക്കുക. പക്ഷെ ആരും ഇന്നുവരെ അങ്ങനെ വരാറില്ല, വന്നന്വേഷിച്ചു വരാറില്ല. അത് അവിടെ വെച്ച് കഴിഞ്ഞു, നമ്മളങ്ങനെ തേടി പോകാറില്ല. അത് ആ വാക്കതല്ലോ, നിഷ്കാമ കർമ്മ എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അത് തിരിച്ച് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഇത് നമ്മള് ചെയ്യാ. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞാല് ഞാനെന്ന വ്യക്തി മാറും, വേറെ ആളാവും, സംഘാടകര് മാറും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മളിപ്പോ തന്നെ പ്രവർത്തിച്ചു വെക്കണം. വണ്ടികളായാലും എന്തിട്ട് കാര്യം അടുത്ത ആളെ കണ്ടെത്തണം. എന്തായാലും ഈ നിഷ്കാമകർമ്മം ഇനിയും തുടരട്ടെ. അനേകം ആളുകളുടെ ജീവൻ സുരക്ഷിതമായിട്ട് എത്തിക്കാനും അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഇതുവരെ ഇതിന്റെ ഫലം അനുഭവിച്ച എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് താങ്ക് യു.